എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താണ് കുഞ്ഞപ്പാ? ആനുവൽ ഡേ ആണ്. കുഞ്ഞപ്പൻ്റെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൻ ഇന്ന് ഡാൻസിനുണ്ട്, ഗ്രൂപ്പ് ഡാൻസിനെ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ്, സാധാരണ ക്ലാസ് ഇല്ലെങ്കിൽ ഈ സമയത്ത് എണീക്കൂല. കുഞ്ഞപ്പനാണെങ്കിൽ ഉച്ചയ്ക്ക് പോയാൽ മതി, ടീച്ചർ 1:30 ഡാൻസിനുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കൂടത്തിൽ തന്നെ എണീറ്റ് പോകുന്നത്. ഒരു 10 പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, അമ്മേ എപ്പോഴാണ് അമ്മയെ പോകേണ്ടത്, എപ്പോഴാണ് സ്കൂളിൽ പോകേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കിടന്ന് ഉറക്കം വരില്ലല്ലോ. എല്ലാ വർഷവും നമ്മൾ ഈ ആനുവൽ ഡേയുടെ വ്ളോഗ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നും എടുക്കാതെ വിചാരിച്ചു. അപ്പോൾ കുഞ്ഞപ്പാ, നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടത്? അമ്മ പോയി പുട്ടുമുട്ടക്കറിയൊക്കെ ഉണ്ടാക്കട്ടെ. നീ എന്ത് ചെയ്യും? നീ അച്ഛനെ വിളിച്ച് എണീപ്പിക്കുക. അവിടെ കള്ള ഉറക്കം ഉറങ്ങി കിടപ്പുണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ ഒരു മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ആഹാരത്തിന് 1/2 മണിക്കൂർ മുമ്പ് മരുന്ന് കഴിക്കണം അവന്. ചുമയുടെ ഗുളിക ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കും കുറെ ഗുളികയുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ലെമൺ ടീ ഉണ്ടാക്കി കുടിച്ചു. അപ്പൊ കുഞ്ഞപ്പന് 1 ഗ്ലാസ് കൊടുത്തു. ചേട്ടൻ എണീറ്റ് വന്നപ്പോൾ ചേട്ടന് 1 ഗ്ലാസ് കൊടുത്തു കേട്ടോ. കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കില്ലേ, അത് തന്നെ. നല്ല ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസമാണ്. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് രാത്രി ഞാൻ ഉറങ്ങാറ് പോലുമില്ല. രാത്രി 3 മണിക്കും 4 മണിക്കൊക്കെയാണ് കേട്ടോ ഉറങ്ങണം, ചുമ കാരണം. അപ്പം എനിക്ക് കൈ കിട്ടണ ഇഞ്ചി, തേൻ, വെളുത്തുള്ളി, എന്തൊക്കെ സാധനം അതൊക്കെ എടുത്ത് കഴിക്കും ഈ ചുമ മാറാൻ വേണ്ടി. അപ്പം അതേ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കി, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പൻ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. അമ്മ ഞാൻ അടിച്ചു വാരി തുടച്ചോളാം എന്ന് പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ തുടച്ചിടുന്നത്. അതിനിടയ്ക്ക് മണ്ണ് വാരി സിറ്റൗട്ടി ഇടുന്ന നോക്കിക്കേ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. അവൻ അടിച്ചു വരാൻ മണ്ണ് പോരെന്നും പറഞ്ഞ് മുറ്റത്ത് കിടന്ന മണ്ണെടുത്ത് സിറ്റൗട്ടിൽ ഇട്ടിട്ട് അത് വീണ്ടും അടിച്ചു വാരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി വന്നൊന്ന് തൂത്തിട്ട് കേട്ടോ. കൊച്ചടിച്ചാൽ മണ്ണ് ശരിക്കും പോയില്ലെങ്കിലോ എന്ന് ഓർത്തേ. തുടയ്ക്കാൻ പിന്നെ ഞാൻ തുടയ്ക്കേണ്ട ആവശ്യമില്ല, അവൻ നല്ല വൃത്തിയായിട്ട് തുടച്ചോളും കേട്ടോ. സിറ്റൗട്ട് മാത്രം അടിച്ചു വാരി തുടച്ചിടും, അകത്തൊക്കെ ഫുള്ള് ഞാൻ തന്നെ തുടച്ചു. സിറ്റൗട്ട് അടിച്ചു വാരി തുടച്ചു കഴിയുമ്പോൾ കുഞ്ഞപ്പൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അത് എന്തിനാ ഇത് ചെയ്യണമെന്നറിയാം. അത് ഈ കളി കളിക്കാൻ വേണ്ടി ഇങ്ങനെ തുടച്ചിട്ടിട്ട് ഇങ്ങനെ തെന്നി കളിക്കണം അവന്. അപ്പം ഞാൻ ഓർത്താ എന്തായാലും കളിച്ചോട്ടെ, ആ ഉടുപ്പ് എന്തായാലും കഴുകാനുള്ളതാണല്ലോ, അവനെ കുളിപ്പിക്കണം. അപ്പം അത് എനിക്ക് തുണി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ മെഷീനിലിട്ടു. കുറച്ച് കൈകൊണ്ട് കഴുകി കേട്ടോ. പുറത്തിടുന്ന നല്ല ഡ്രസ്സൊക്കെ കൈകൊണ്ട് കഴുകും, ബാക്കിയൊക്കെ മെഷീനിലിട്ടു. അപ്പോൾ ഗൈസ് ഫൈനലി ഇത് നമ്മൾ വേഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1:30 അവിടെ എത്തണമെന്നാണ് പറഞ്ഞേക്കണത്. 1:30 കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് 5 മിനിറ്റ് മതി സ്കൂളിലേക്ക് പോകാം. നമുക്ക് വേഗം പോകാം. നമുക്ക് അപ്രതീക്ഷിതമായി 2 ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇച്ചിരി സമയം പോയി കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും ഫുഡ് കഴിച്ചിട്ടില്ല, ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞപ്പന് ചോറ് കൊടുത്തു, അവൻ ചോറ് കഴിച്ചു. ടിഫിനും വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവർക്ക് അവിടെ ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലും ഒരു ഫുഡൊക്കെ സ്കൂളിൽ ഉണ്ടാവും പിള്ളേർക്ക് വേണ്ടി. സ്നാക്സും ഫ്രൂട്ടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇവന്റെ LKG ക്ലാസ്സിൽ ചെന്നിരിക്കാനാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം മേക്കപ്പ് മാനൊക്കെ വരും, പിന്നെന്തുവാ ഇവർക്ക് ചെല്ലുമ്പോൾ തന്നെ ഡ്രസ്സ് ഇടിയിപ്പിക്കും, ഡാൻസിന്റെ ഡ്രസ്സ് ഇടിയിപ്പിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സാധാരണ ചെല്ലുമ്പോൾ തന്നെ മാറ്റുമല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ ഗെറ്റപ്പാക്കി ഒരുക്കൊന്നുമില്ല സാധാരണ. പക്ഷെ ഇത് പുതിയ ഉടുപ്പാണ്, നല്ലൊരു ഉടുപ്പാണ് ഇട്ടേക്കണത്. സമയം പോയി, ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷമൊക്കെ കാണിച്ചു തരാമേ. കുഞ്ഞപ്പാ, സ്റ്റെപ്പെല്ലാം ഓർമ്മയുണ്ടാ? ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടാ. നീ ബാക്കിലാണോ ഫ്രണ്ടിലാണോ നിക്കണ? ബാക്കിലാ. അപ്പൊ ഫ്രണ്ടിൽ നിക്കണവര് കളിക്കണം നോക്കി കളിച്ചാൽ മതി കേട്ടാ. ഓക്കെ. എത്ര മണിക്കാണ് പരിപാടി തുടങ്ങണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് പിള്ളേരുടെ ഡാൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3:30 എങ്ങാണ്ട് വൈകുന്നേരം ടീച്ചർ ചെല്ലാൻ പറഞ്ഞത്. പരിപാടി തുടങ്ങിയപ്പോൾ 6:30 7 മണിയായി ഇവരുടെ ഡാൻസ് തുടങ്ങിയപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൊണ്ട് അങ്ങോട്ട് ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പരിപാടി തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിയുമ്പോൾ ഒരു സമയമാകും. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. തലേദിവസം രാത്രി ഞങ്ങൾ സ്കൂളിൻ്റെ വാതിക്കൽ കൂടി പോയപ്പോൾ കുഞ്ഞപ്പൻ കിടന്ന് ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. രാത്രി കാണാനാണ് കുറച്ചുകൂടി ഭംഗി, ഫുൾ മതിലിലും ഒക്കെ ലൈറ്റ്സ് ഇടും. അങ്ങനെ ചെന്നപ്പോൾ അതേ കുഞ്ഞപ്പൻ്റെ LKG ക്ലാസ് ഇതാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാം. കുഞ്ഞപ്പൻ്റെ ആ ഗേറ്റ് കടന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേ LKG A LKG B ഒക്കെയാണ്. അപ്പോൾ ചെന്നപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഏകദേശം ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ കുട്ടികളായിട്ട് ഓരോ ഗ്രൂപ്പുകാരായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞപ്പൻ്റെ ടീം. ഈ ഒരു പിങ്ക് ഷർട്ടും ഈ ബ്ലാക്ക് പാൻറ്റും. അപ്പോൾ പെൺപിള്ളേരൊക്കെ നല്ല സുന്ദരി മണികളായിട്ട് നോക്കി എന്ത് രസമാണല്ലേ കാണാൻ. ഇങ്ങനെ പിള്ളേരെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ് ഈ ഒരുക്കി കഴിയുമ്പോൾ. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് കുഞ്ഞപ്പനെയും വേഗം ഒരുക്കിയെടുത്ത് കേട്ടോ. അത് നോക്കിക്കോ എൻ്റെ പൊന്നെ, എല്ലാവരും എന്താ കൂട്ട്. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. സ്കൂളിൻ്റെ തന്നെ ഗ്രൗണ്ടാണ്, നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാം. ഞങ്ങൾ ചെന്നപ്പോൾ ഒറ്റ വണ്ടിയിൽ ഒറ്റ മനുഷ്യൻ അവിടെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഞാനും ചേട്ടനും ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ അവിടുത്തെ വണ്ടി നോക്കിക്കേ, മൊത്തം കാറും ബൈക്കും കൊണ്ട് ആ പറമ്പ് നിറഞ്ഞേ. നോക്കട്ടെ മൊത്തം മേക്കപ്പ് നോക്കട്ടെ. കണ്ണടച്ചേ എന്താ ചുണ്ടിനൊക്കെ അടിപൊളി ലിപ്സ്റ്റിക് തിന്നരുത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞപ്പന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി സെലിബ്രിറ്റി ഗസ്റ്റിനെ കാണാം. ജീവരാഗം കിളിയേ
ഫ്ലവേഴ്സിലും അമൃത ടി വിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഭയങ്കര പാട്ടൊക്കെ പാടി ഫേമസ് ആയിട്ടുള്ള വൈഗാലക്ഷ്മിയാണ് കേട്ടോ മോള്. ഒരുപാട് പാട്ടൊക്കെ പാടി, അടിച്ചുപൊളി പാട്ടൊക്കെ പാടി, സൂപ്പറായിരുന്നു. കുഞ്ഞപ്പന് ഇതൊന്നും കാണാൻ പറ്റിയില്ല. നമ്മളൊരു 2 മണിക്ക് ഉച്ചയ്ക്ക് ക്ലാസ് റൂമിൽ മേക്കപ്പ് ഇടാനും ഡ്രസ്സൊക്കെ ഇടാനും കൊണ്ടാക്കി കൊടുത്തിട്ട് രാത്രി 8 മണിക്കായിരുന്നു കുഞ്ഞപ്പൻ്റെ ഡാൻസ് തുടങ്ങിയത്. അതുവരെയും വിയർത്ത് കുളിച്ച് എൻ്റെ ദൈവമേ. പിന്നെ സ്നാക്സ് എന്തോ കഴിക്കാനൊക്കെ അവിടുന്ന് ടീച്ചർ കൊടുത്തായിരുന്നു കേട്ടോ ഇടയ്ക്ക്. ഡാൻസ് 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനുവേണ്ടി മക്കൾ റെഡി ആയിട്ട് ഈ മേക്കപ്പ് ഇട്ടുകൊണ്ട് എത്ര മണിക്കൂർ ഇരിക്കണം അല്ലേ? അത് പണ്ടോട്ടേ അങ്ങനെയാണ്. നമ്മളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അത് കഴിഞ്ഞത് ഓരോരുത്തരായിട്ട് ഓരോ ടീമായിട്ട് ഡാൻസ് ഒക്കെ തുടങ്ങി. ഭയങ്കര രസമാണ് കേട്ടോ ഈ കുഞ്ഞു മക്കളുടെ ഡാൻസ് കാണാൻ വേണ്ടി. ഇവർ എല്ലാവരും കൂടി കളിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ചിലപ്പോൾ തെറ്റിപ്പോവും, സ്റ്റെപ്പൊക്കെ മറന്നു പോകും, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുഞ്ഞപ്പൻ്റെ പോലെ തന്നെ ഡ്രസ്സുള്ള കുട്ടികളാണ് കേട്ടോ. ഇവർ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതൊരു വയലറ്റ്, ഒരു പർപ്പിൾ കളർ, കുഞ്ഞപ്പൻ്റെ ഒക്കെ ഒരു പിങ്ക് കളർ ഷർട്ട്. പിന്നെ അതേ ഗേൾസ് കുട്ടികളുടെ ഡാൻസ്, ഗേൾസ് ഒള്ളി ബോയ്സ് ഒള്ളി അങ്ങനെയായിരുന്നു, മിക്സഡ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു ഡാൻസ്. അങ്ങനെ കുറേ ഡാൻസ് ഇരുന്ന് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു നോക്കി. അപ്പോൾ അതേ കുഞ്ഞപ്പൻ അവിടെ നിന്ന് എന്നെ കൈയും കാലം കാണിക്കുന്നത് അവൻ എന്നെ കണ്ടുപിടിച്ചു കേട്ടോ. അത്രയും നേരം ആ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഇവരുടെ പ്രോഗ്രാം ആയപ്പോഴാണ് കേട്ടോ ഇവരെ പുറത്തേക്ക് ഇറക്കിയത്. അപ്പോൾ എല്ലാം കൂടി ഈ കളറും ലൈറ്റും സ്റ്റേജും ഒക്കെ കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ വന്ന് നിന്നു. ഡാൻസിൻ്റെ എല്ലാവരും ഒരു കൈ അകലത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ ടീച്ചർ നേരത്തെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് എല്ലാവരും കയറി വന്നു കഴിയുമ്പോൾ തന്നെ സ്റ്റേജിലല്ലല്ലോ ഇവർ പ്രാക്ടീസ് ചെയ്തത്, ക്ലാസ് റൂമിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഡാൻസ് തുടങ്ങി. അടിപൊളി ഡാൻസ് ആയിരുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കുഞ്ഞപ്പൻ്റെയും ടീമിൻ്റെയും ഡാൻസ്? സത്യം പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ആ സീറ്റിൽ ഇരുന്നിട്ട് പോലും ഇല്ല. എനിക്ക് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല കേട്ടോ. നല്ല രസമായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടി. അങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടി ബാക്ക് സ്റ്റേജിൽ ചെന്ന് കുഞ്ഞപ്പനെ എടുത്ത് കേട്ടോ. വിയർത്ത് കുളിച്ചൊരു പരുവായിട്ട് ഇരിക്കുകയാണ് അയാൾ. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചിട്ട് അപ്പം തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ആനുവൽ ഡേ അല്ലേ, പരിപാടിയൊന്നും അപ്പം കഴിയൂല, രാത്രി ലേറ്റ് നൈറ്റ് വരെ ഉണ്ടാവും. വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അപ്പോഴും അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നേ. വലിയ ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ ഇനിയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ UKGയുടെ പരിപാടി വരെ ആയിട്ടുള്ളൂ, ഇനി എന്തോരം പ്രോഗ്രാംസ്. പക്ഷെ അതൊന്നും എനിക്ക് കാണാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇവർ പിള്ളേർ ഉച്ച തൊട്ടേ റെഡി ആയിട്ട് ഇരുന്ന് ഇത്ര നേരമായിട്ട് ഭയങ്കരമായിട്ട് ടയേർഡായില്ലേ. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോവുകയാണ്. അമ്മേനെ കൊണ്ടുപോയി വീട്ടിലാക്കണമായിരുന്നു. ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഇതാണ് അമ്മ ആ സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി, ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല അമ്മ. നേരത്തെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എയ്നോണിനെ അമ്മേനെ അവൻ്റെ വീട്ടിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പനും എയ്നോണും അപ്പോഴാണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ ക്ലാസ് റൂമിൻ്റെ. അതുകൊണ്ട് അവന്മാർക്കാണെങ്കിൽ അവിടെ മൊത്തം കെട്ടിപ്പിടിച്ച് നടക്കണം, ചില്ലടിച്ച് നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വാ പൊന്നെ ഈ ഉടുപ്പൊക്കെ മാറാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ള ഗൈസ്, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.